ഹായ് ഓൾ, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും എന്ന് പറയാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് സാധനത്തെ പറ്റിയിട്ട് ഭയങ്കര ഡീപ്പായിട്ട് അറിയാവുന്ന. ഇല്ല കേട്ടോ, ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് വ്ളോഗ് ഇടുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും, ഞാനൊരു സ്മോൾ ബിസിനസ് തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ, സാരീസ്, ജ്വല്ലറി ഒക്കെ. അപ്പോൾ ബ്രാൻഡിൻ്റെ നെയിം ആത്മോറ ബൈ ജെഫി എന്നാണ്. നിങ്ങളെല്ലാവരും പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. മൂത്ത കുട്ടി 2 വയസ്സ് വരെ യൂസ് ചെയ്തത് സെബാമെഡിന്റെ സാധനങ്ങളായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അതത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ മദർ സ്പർശിലേക്ക് മാറി കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ ഹിമാലയ യൂസ് ചെയ്തു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം കുഞ്ഞിനെ ബേബി പ്രോഡക്ട്സ് 10 വയസ്സ് വരെ ഉപയോഗിക്കണം എന്നാണ്. അപ്പം എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇവള് മാർത്ത യൂസ് ചെയ്യുന്നത് ബേബി വാഷ് മദർ സ്പർശിന്റെ. ഇത് മദർ സ്പർശിന്റെ തന്നെ ബേബി ഷാംപൂ ആണ്, മണമൊന്നുമില്ല, ട്രാൻസെൻഡഡ് ഷാംപൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മദർ സ്പർശിന്റെ ഹെഡ് ടു ടോ വാഷ് ഉണ്ട്, തല കഴുകാനും ബോഡി കഴുകാനും എല്ലാം ഒരു സാധനം. ഞാൻ നേരത്തെ അതാ ഉപയോഗിച്ചോണ്ടിരുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് മീക്ക. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീക്കയ്ക്ക് എക്സീമയുണ്ട്. അപ്പോൾ എക്സീമയെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവേ, അത് വലിയൊരു സംഭവമാണല്ലോ, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അവൻ യൂസ് ചെയ്യുന്നത് ടെഡിബാറിന്റെ ബോഡി വാഷും ഡാഫി ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. ഇതാണ് മീക്കയുടെ ബെഡ്, ഞാൻ ശരിക്കും കാണിച്ചു തരാവേ. ഇതാണ് മീക്കയുടെ ബെഡ്. അപ്പം മീക്ക തൊട്ടിലും മാർത്ത എൻ്റെ കൂടെ ബെഡിലുമാണ് കിടക്കുന്നത്. ഇത് മാർത്ത യൂസ് ചെയ്ത സെയിം തൊട്ടിലാണിത്. ഇതിന് ഒരു കുഞ്ഞു പില്ലോ ഉണ്ട്. അപ്പൊ രാത്രി ഫോർമുല കുടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല പൊക്കി വെക്കാനായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ മീക്കേനെ ഞാൻ പുതപ്പിച്ചിട്ടില്ലായിരുന്നു, കാര്യം പിള്ളേർ കൈയും കാലിട്ട് അടിക്കുമ്പോൾ മുഖത്തോട്ട് വീണാൽ അവർക്കത് മാറ്റാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പുതപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇത് കാലി മാത്രം ഇടും, നല്ലപോലെ ടക്കിങ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് നമ്മൾ തന്നെ പറഞ്ഞു ചെയ്യിച്ച ഒരു മാട്രസ് ആണ്, പ്ലാസ്റ്റിക്കിന്റെ സംഭവം, കാണാല്ല അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ സംഭവം. അപ്പൊ മൂത്രമൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും ഇത് കൊള്ളാണ്, പറയുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ അടച്ചിടാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു പ്രായം വരെ ഇതിങ്ങനെ അടച്ചിടാം. പിന്നെ അവരിത് വലിഞ്ഞു കയറും, എങ്കിലും അടച്ചിട്ടിട്ട് പോവാം. അപ്പൊ കുഞ്ഞിലെ മുതലേ ഞാൻ കുട്ടികളെ സെപ്പറേറ്റ് തൊട്ടിലാണ് കിടത്തുന്നത്. മാർത്തയും 3 വയസ്സ് വരെ ഈ തൊട്ടിലാണ് കിടന്നത്. ഞാൻ ബെഡിലും മാർത്ത തൊട്ടിലും. ഇപ്പൊ മീക്ക വന്നപ്പോ മീക്ക തൊട്ടിലും മാർത്ത എൻ്റെ കൂടെ. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് എല്ലാവരും കൂടെ തിങ്ങി കിടക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഉറങ്ങില്ല പിന്നെ ക്ഷീണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അതൊരു കാരണം. പക്ഷെ മെയിൻ കാരണം അതൊന്നും അല്ല. എപ്പോഴും ഉറക്കത്തിൽ എനിക്ക് ബോധമുണ്ട്, പക്ഷെ അറിയാലോ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് ക്ഷീണിക്കും, എപ്പോഴേലും ബോധം പോയി. ഞാനിങ്ങനെ ഹെവി ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കുഞ്ഞിൻ്റെ മുഖത്തോട്ട് വീഴുമോ. പിന്നെ മൂത്ത കുട്ടിയുണ്ട്, അപ്പൊ മൂത്ത കുട്ടിയുടെ സെപ്പറേറ്റ് ആയിട്ട് കിടത്തുന്നത് മൂത്ത കുട്ടിക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഒരു ഇതായതുകൊണ്ടും, പിന്നെ മൂത്ത കൊച്ചു ഓൾറെഡി എൻ്റെ തൊട്ടിലാണല്ലോ കിടന്നത്, അതുകൊണ്ട് ഇളയതും തൊട്ടിൽ തന്നെ കിടക്കുന്നു. 3 വയസ്സാകുമ്പം എൻ്റെ കൂടെ ആക്കും. അങ്ങനെയാണ് കേട്ടോ. ബേസിക്കലി എൻ്റെ കൂടെ കിടക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്, ഞാൻ തിരിയുമ്പോൾ എന്തെങ്കിലും ആവോ, അങ്ങോട്ട് തിരിയുമ്പോൾ ആവോ, അങ്ങനെയൊക്കെ. പിന്നെ മൂത്ത കുട്ടിയായിരുന്നപ്പോൾ പഠിക്കേണ്ടിയോണ്ട് മാറ്റി കിടത്തി ഞാൻ ശീലിപ്പിച്ചതാണ്, കാര്യം എനിക്ക് ഉറങ്ങിക്കഴിയുമ്പോൾ പഠിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യം കൊണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ ഇതാണ്. ഡയപ്പർ സപ്പിൾസ് ഇല്ലേ, ഇത് വിലക്കുറവ് നോക്കി മേടിച്ചതാണ്. സപ്പിൾസിന്റെ വൈപ്സും സപ്പിൾസിന്റെ തന്നെ. ഞാൻ ഹഗ്ഗീസ് ഉപയോഗിക്കുന്ന ആളായിരുന്നു, ഹഗ്ഗീസ് ഗ്രീൻ കളർ, അത് യൂസ് ചെയ്യുമായിരുന്നു. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ബ്രാൻഡും ഭയങ്കര നല്ലതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. വിലക്കുറവ് മാത്രമല്ല, വിലക്കുറഞ്ഞതാണേലും ചില ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ എനിക്കിങ്ങനെ
പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയ പോലെ തോന്നാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ, ഇത് നല്ലൊരു ബ്രാൻഡാണ്. പക്ഷെ രാത്രിയിൽ ഇത് അറിയാലോ, വില ഇച്ചിരി കുറയുമ്പോൾ പെട്ടെന്ന് നിറയാറുണ്ട്. അത്ര പെട്ടെന്ന് നിറയില്ല, എങ്കിലും നിറയും. വൈറ്റ് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ് ആണ്. ഓക്കെ, മെഡിസിൻസിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഇവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ അത് പറയുന്നില്ല. പിന്നെ ഫോർമുല ഇവരെല്ലാം യൂസ് ചെയ്യാറുണ്ട്. സിംലാക്ക്, അപ്റ്റാമില്, ലാക്ടജൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് 1 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അറിയാലോ, എപ്പോ ഫോർമുല നമ്മൾ എടുക്കുവാണേലും 1 ഫുൾ സ്കൂപ്പ് ഇങ്ങനെയാ ഫോർമുല എടുക്കുക. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കലക്കുന്നത്. പിന്നെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പടപടപടപടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാസ് ബബിൾസ് വരാതെ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ സ്ലോയിലാണ് ഇതിങ്ങനെ ചെയ്ത് കംപ്ലീറ്റ്ലി അലിഞ്ഞതിന് ശേഷം കുട്ടിക്ക് കൊടുക്കുന്നത്. അടച്ചു വെക്കുക എപ്പോഴും. ഫോർമുല അത്രേ ഉള്ളൂ. പിന്നെ അറിയാലോ, ഫോർമുല കുടിക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പൊടിക്കുഞ്ഞുങ്ങളാണ് എത്ര സമയം വേണേലും ഇട്ട് ബേപ്പ് കളഞ്ഞിട്ടേ കിടത്താവുള്ളൂ. അങ്ങനെയൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യുവേ. ഇപ്പൊ എല്ലാം മിക്സ് ആക്കണ്ട. 2 കുട്ടികളുടെ സാധനം കൂടെ ഒരു അലമാരിയിലാണ് വെക്കുന്നത്. ഇവിടെ ഇത്ര ഉള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ മീക്കയ്ക്ക് യൂസ് ചെയ്യുന്നത് അവീനോയുടെ ക്രീമാണ്. പിന്നെ മാർത്തയ്ക്ക് ഇടയ്ക്ക് ഇത് ആക്ച്വലി മീക്കയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഡോക്ടർ എക്സീമ ഉള്ളത് കൊണ്ട് ഇത് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവീനോ മേടിച്ചു. പിന്നെ മാർത്ത ഉപയോഗിക്കുന്നത് മദർ സ്പർശിന്റെ തന്നെ ബോഡി ലോഷനാണ്. ഇത് ഞാനൊരു വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ വലിയ ഡബ്ബ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രീം മേടിച്ചതാണ്. ഇത് മദർ സ്പർശിന്റെ ആണ്. പിന്നെ മാർത്തയ്ക്ക് ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഏതിൻ്റെയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ ഞങ്ങളതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും പറഞ്ഞില്ലേ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ഒരു ഇത് വന്നല്ലോ. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ അത് നിർത്തി. ഇനി ആരെങ്കിലും കാണുമ്പോൾ ചോദിച്ചിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അത് ഞാൻ പക്ഷെ മെൻഷൻ ചെയ്യാം കേട്ടോ, മെൻഷൻ ചെയ്യാം ഏതാന്ന്. പിന്നെ ഒന്നുമില്ല, ഈ ഒരു ഹെയർ ക്ലിപ്പ് വെക്കുന്ന ഒരു സംഭവം നേരത്തെ ഞാൻ അത് ഡോറൊന്ന് ക്ലോസ് ചെയ്യാൻ മാർത്ത. ഹെയർ ക്ലിപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നെ കാണാവോ? പിന്നെ മാർത്തയ്ക്ക് വലിയ പല്ലുള്ള ഒരു ചീപ്പുണ്ട്. ഞാൻ അത് വെച്ച് ചെയ്തിട്ട് ഇത് വകുപ്പ് എടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനം. മാർത്തേ. പിന്നെ മീക്കയ്ക്ക് ബേബി ഹഗിന്റെ തന്നെ ഒരു ബ്രഷും ഉണ്ട്, ചീപ്പും ഉണ്ട്. യെസ്. പിന്നെ എല്ലാം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് നീ ഇവിടെ വന്ന് പറ. കൊറേ ഇങ്ങനത്തെ ക്ലിപ്പ് ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തലയിലിടുന്ന കുഞ്ഞു കുഞ്ഞു പുഴുക്കളെല്ലാം ഒരു ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്ത് ഇതിന്റെ പേര്, എനിക്ക് ഇതിന്റെ ഒന്നും പേരറിയില്ല. ഇങ്ങനെ 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 കുത്തുന്ന സാധനം, ഇത് ഹെയർ ബാൻഡ്. 2 പേരാണ് ഇവിടെ ഹെയർ ബാൻഡ് കുത്തുന്നവര്, ഈ ഒരു ചെക്കനും. പിന്നെ ദേ ഇങ്ങനെ ഒരു ഹെയർ ബോ സ്റ്റാൻഡ് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ കൊച്ചമ്മി കൊടുത്തതാണ്. നമ്മൾ അതിൻ്റെ അകത്തിലാണ് ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഒന്ന് മാറിക്കോ പൊന്നു. പിന്നെ ഹെയർ വാക്സ് മേടിച്ചു കേട്ടോ ഞങ്ങള്, IKT വാക്സ് സ്റ്റിക്ക്. മർത്ത ഇത് ക്യാമറ അനക്കിക്കൊണ്ടിരിക്കാതെ പൊന്നു ഒന്ന്. ഇത്ര നേരം കാണത്തില്ലായിരുന്നോ? വാക്സ് സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കാണിച്ചു. പിന്നെ എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ കുഞ്ഞു കുഞ്ഞു നാപ്കീസ് ഒക്കെ ഒരു സൈഡ്.
കുഞ്ഞു കുഞ്ഞു നാപ്പീസ് ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, സോക്സ് ഒരു സൈഡിൽ, അങ്ങനെ എല്ലാവരുടെയും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോൾ മീക്കയ്ക്ക് സ്ട്രോളറി വിരിക്കാനുള്ള പണ്ടത്തെ സ്വാഡിൽസ് നമ്മൾ ആദ്യം ഉപയോഗിച്ചത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് അലക്കാൻ ഇടുമ്പോ അടുത്തൊരു ബ്ലാങ്കറ്റ്, അത്രേ ഉള്ളൂ. എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഭയങ്കര ഒന്നാമത് വെക്കാൻ സ്പേസ് ഇല്ല, ഭയങ്കര ഇത് വരും എല്ലാം അടുക്കി വെക്കാനേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാറില്ല. എന്നിട്ട് ഇത്ര സാധനങ്ങളായി. പിന്നെന്താ, ബാത്ത് ടവല് 2 എണ്ണം, ഒരു വ്യക്തിക്ക് 2 എണ്ണമേ ഉള്ളൂ. ഒരെണ്ണം അലക്കുമ്പോൾ മറ്റേത് ഉണക്കുക, അങ്ങനത്തേത്. സാക്കിന്റെ മീക്കയുടെ എനിക്ക് ചക്കരപ്പൊന്നിന്റെ 2 ചക്കരപ്പൻസ്. നീ ഇത് അനക്കിക്കൊണ്ടൊന്നും ഇരിക്കാതെ. ഈ അവീനോയുടെ ഒക്കെ ക്രീം എപ്പോഴും ഞാൻ അവന്റെ തൊട്ടിൽ തന്നെ വെക്കുവേ, രാത്രിയിലൊക്കെ തേക്കണമെങ്കിൽ. അതുപോലെ രാത്രി 2-3 ഡയപ്പറും അവിടെ തന്നെ വെക്കും. ക്രീം 2 ഉണ്ട്. പിന്നെ സോപ്പൊക്കെ പറഞ്ഞടി. ഇല്ല പറ. നമ്മുടെ പെട്ടീസിന്റെ നമ്മുടെ ക്രീം ഇനി ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ? ഡയപ്പർ റാഷിന്റെ ക്രീം ഞാൻ മാർത്തക്ക് യൂസ് ചെയ്തോണ്ടിരുന്നത് സെബാമെഡിന്റെ ആണ്. മീക്കയ്ക്കും ജനിച്ച സമയത്ത് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ മീക്കയ്ക്ക് ഒരു റാഷിന്റെ ഇഷ്യൂ വന്നിട്ടില്ല, മാർത്തക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൂക്ഷിക്കുന്നത് ഡയപ്പർ മാറിക്കഴിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആക്കും. ഇങ്ങനെ ഉരയ്ക്കത്തില്ല, നല്ലപോലെ ഡ്രൈ ആക്കും, എന്നിട്ട് ക്രീം പരട്ടും. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നങ്ങളായിട്ട് വന്നിട്ടില്ല. പക്ഷെ മീക്കയ്ക്ക് ഒട്ടും വരാറില്ല. പിങ്ക് ആയിരിക്കും ഈ എന്റെ സോപ്പ് വൈറ്റ്. അത് കറക്റ്റ് കേട്ടോ. പിന്നെ എന്റെ വാട്ട്സ് ഇൻ മൈ ഡയപ്പർ ബാഗ്, എന്റെ എന്തോ എനിക്കൊന്നും ഇല്ലല്ലോ. വാട്ട്സ് ഇൻ മൈ ഡയപ്പർ ബാഗിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവല്ലോ. എടി എന്റെ ഇപ്പൊ കാണിക്കണ്ട, കാണിക്കല്ലേ. എന്നെ കാണാവോ? കാണാവോ? ഓ എന്നിട്ട് ശരിക്കും നോക്ക് എന്നെ കാണാവോന്ന്. എന്റെ ഫേസ് കാണാവോ? ഫേസും കാണാം, എല്ലാം കാണാം. പറ. ഞാൻ മമ്മയോട് ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ്സ് കൊണ്ടായിരുന്നു. കാണാൻ നോക്കി സ്ക്രീനില്. എന്റെ വള വെക്കുന്ന സ്റ്റാൻഡ്, എനിക്ക് കുപ്പി വളകളോട് കുറച്ച് ക്രേസ് ഉണ്ട്. അപ്പൊ അത് ഇത് ഞങ്ങൾ കൊൽക്കട്ട പോയപ്പോ മേടിച്ച വളയാണ്. ആ ഒരു വളയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതകളുള്ളൂ. ബാക്കിയുള്ള വളകൾക്കൊന്നും പ്രത്യേകതകളൊന്നുമില്ല. വർഷങ്ങളുടെ പഴക്കമുള്ള വളയാണ്. ഈ സ്റ്റാൻഡിന് ഒരു 15-18 വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ ഈ സ്റ്റാൻഡിന്. ഞാൻ 11th പഠിക്കുമ്പോൾ എന്തോ മേടിച്ചാണ്. പിന്നെ അത് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി. നല്ല രസമില്ല കാണാൻ. സ്റ്റാൻഡ് ലൈക്ക് ചെയ്യണം. ഇനി അടുത്തോളെ ഇതാണ് ഫസ്റ്റ് വൺ, പൗഡർ മിസ്റ്റ് ക്രീം. ഇത് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിൽ തേക്കാൻ, കണ്ടല്ലേ നല്ലതായിട്ടിരിക്കുന്നത്. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഒരു മിനിറ്റ് ബേബി 1 സെക്കൻഡ് കാണിക്കാൻ ഞാൻ പറയട്ടെ. എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ അറിയത്തില്ല. അത് ഞാൻ സിമ്പിൾ ആയതുകൊണ്ടല്ല, കുറെ ഫൗണ്ടേഷൻ ഒക്കെ മേടിച്ച് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എവിടെ പോലും പൗഡർ ഇടും. ആഹാ ഇനി ഇവിടെ നിൽക്കി, നമുക്ക് 2 കൂടെ കാണിക്കാം.
ഇത് നല്ല ഇത് എന്റെ കയ്യിൽ കുറെ കമ്മലുകൾ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഉപയോഗിക്കാത്തൊക്കെ ആർക്കെല്ലാം കൊടുക്കും. പിന്നെ കളർ പോകുമ്പോ അങ്ങ് മാറ്റേ. നല്ല രസമല്ലേ ഒരു കമ്മല. ഇതൊന്നും എന്റെ ബ്രാൻഡിന്റെ കമ്മലല്ല കേട്ടോ. ഇപ്പോഴല്ലേ ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ആക്കിയത്. ആദിസാക്കിന്റെ പൂക്കൾ അതവിടെ വെച്ചടി വെച്ചേ. ഇത് നല്ലൊരു സാധനം കമ്മല്. ഇത് നല്ലൊരു കളർഫുൾ ഉണ്ടായിരുന്നു. കൈ മാറ്റിക്ക് എന്റെ കമ്മല് കുടുങ്ങി. മരത്താന്ന് മാറിക്കേ. ഇത് നല്ല ഈ കമ്മല ഇങ്ങനെ കിടുമ്പോ കിളിക്കും. എടി ഈ ആൾക്കാർക്കൊക്കെ കമ്മലൊന്നും കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല നിന്റെ ഈ വർത്താനം കാരണം. അത്രയൊക്കെ കമ്മലുകളെ എനിക്കുള്ളൂ. നല്ല രസമില്ലേ ഒരു കമ്മൽ? സോറി കുരിഞ്ഞു പോയി. ഇത് നോക്കിയേ. കളർഫുൾ ബോൾസ് ഉണ്ട്. എടേ ഒന്നും മിണ്ടാതിരിക്കണേ, ഞാനൊന്ന് പറയട്ടെ. ദേ ഒരു കമ്മല്. കൈ മാറ്റിക്കേ കാണിച്ച്. ദേ ഒരു കമ്മല്. ഇത് ഞങ്ങൾ ബാലിയില് ഹണിമൂൺ പോയപ്പോ മേടിച്ച. റിംഗ് ഉണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഞങ്ങൾ ബാലി ഹണിമൂൺ പോയപ്പോ മേടിച്ചതാണ് ഈ സാധനം. 8 years മുന്നേ കേട്ടോ എന്റെ കല്യാണം കഴിഞ്ഞ്. അപ്പൊ പോയതാണ്, അപ്പൊ മേടിച്ചതാണ്. അതിലാണ് ഞാൻ എന്റെ പ്രഷ്യസ് ആയിട്ടുള്ള കമ്മൽ ശേഖരങ്ങൾ വെച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള കമ്മലുകളൊക്കെ ഞാൻ കാണിച്ചു. വേറൊരു കമ്മലുണ്ട്, ഇപ്പൊ കാണിച്ചു തരാവേ. ഒന്ന് മാറുമോ ചേച്ചി? പിന്നെ ഇതറിയാലോ ഇങ്ങനെ വെക്കുന്ന ഇതിനെന്തോന്ന് പറയുന്നത്? ഇങ്ങനെ വെക്കുന്ന കുന്തത്തിന് അല്ല എന്തോ പറയും, മാറുന്നു പോയി. പിന്നെ ഇതിങ്ങനെ ഇതെന്റെ സിസ്റ്ററിന്റെ ആണ്. ഫ്രണ്ടിൽ ഇത് വരും, ബാക്കിൽ ഇത് വരും. നല്ല രസമല്ലേ? പിന്നെ അപ്പൊ നിങ്ങൾ എന്റെ ബ്രാൻഡിന്റെ കമ്മലുകളൊക്കെ നോക്കണം കേട്ടോ. അത് നല്ല രസാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ടോപ്പിക്സ് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പറ. വെൽക്കം ടു അവർ അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മീക്കയും പറ. അലക്കിക്കൊണ്ടിരുന്ന ഞങ്ങൾ കാണില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് എന്താന്ന് പറഞ്ഞാല് നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതെന്റെ സാധനം ഒരു മാല. ഇത് ഇത്രയും ദിവസം ഞാൻ നോക്കി നടക്കാം. നിങ്ങളുടെ തന്നെ ഈ ക്ലിപ്പും ഷർട്ട് എന്റെ ബർത്ത്ഡേക്ക് മേടിച്ചായിരുന്നു. അത് എന്റെയാ? അത് പറ്റത്തില്ല. ഇത് മമ്മ ചീത്തമ്മയാ. നല്ല മോള് കേട്ടോ. ഓക്കെ, വീട്ടിൽ യൂസ് ആക്കാൻ തരത്തില്ല, അല്ലാതെ തരാം.